ശബരിനാഥൻ സംസാരിക്കുന്നതിലേക്ക് പോകാം. ശബരിനാഥൻ അടക്കമുള്ള ആളുകൾ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ്. ഇപ്പോൾ ശബരിനാഥൻ പിന്നെ നിയമത്തിൽ എവിടെയാണ് ഇതുള്ളത്? ഇല്ലാത്ത നിയമമാണ്. മഹേഷ്, നിയമമില്ല എന്ന് പറയുന്നു. അപ്പോൾ ഇല്ലാത്ത നിയമത്തിന്റെ പുറത്ത് അംഗീകരിക്കുന്ന കൗൺസിലിൽ വോട്ടിനിട്ട് അംഗീകരിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായാൽ തന്നെ നിയമപരമായി ചലഞ്ച് ചെയ്യുക, അതല്ല ഇനി മുന്നിലുള്ള മാർഗം. ശബരി ഇപ്പോൾ സംസാരിക്കുകയാണ്. എന്തുത്തരവ് ഇവിടെ എനിക്കറിയേണ്ടത് ആഭ്യന്തര വകുപ്പ് എന്ത് എന്നാണ് പറയുന്നത്. ഒരു ജയിൽ പുള്ളി അത് കൊലപാതകം ചെയ്ത ആളാണെങ്കിലും അയാൾക്കുള്ള റൈറ്റ് ഉണ്ട്. ആ റൈറ്റ് ആഭ്യന്തര വകുപ്പ് നോക്കട്ടെ എന്ന് പറഞ്ഞാൽ എന്താണ് ആ ലെറ്റർ നിങ്ങൾ കണ്ടുനോക്കൂ. അത് പറയുന്നത് എന്താണ്? ആഭ്യന്തര വകുപ്പ് ജയിലിൽ കിടക്കുന്ന ആൾക്കുള്ള അപേക്ഷ സമ്മതിച്ചു. അതിന് തെറ്റെന്താണ്? ഈ നാട്ടിൽ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ റേപ്പ് വിക്ടിം ആണെങ്കിൽ പോലും റൈറ്റ് ഉണ്ട്. ആ റൈറ്റ് അനുസരിച്ച് അപേക്ഷ കൊടുക്കാനുള്ള റൈറ്റ് ആഭ്യന്തര വകുപ്പ് അംഗീകരിച്ചു. അത് തെറ്റെന്താണ്? അതിൻ്റെ അർത്ഥം ഇവിടെ വന്ന് ലീവ് കൊടുക്കുക എന്നുള്ളതാണോ? ഇല്ലാത്ത നിയമകാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിയമത്തെ വളച്ചൊടുക്കിക്കൊണ്ട് ഭരണഘടനയിലും മുനിസിപ്പാലിറ്റി ആക്ടിലും ഒന്നുമില്ലാത്ത വകുപ്പ്. ഞാൻ ബഹുമാനപ്പെട്ട മേയറോട് ഒറ്റ കാര്യം ചോദിക്കുന്നുള്ളൂ. ഈ മുനിസിപ്പാലിറ്റി ആക്ടിൽ എവിടെയാണ് അവധി എന്ന് പറയുന്നത്? എവിടെയാണ് അവധിക്ക് വോട്ടെടുപ്പ് എന്ന് പറയുന്നത്? അവധി എന്ന് പറഞ്ഞൊരു വാക്ക്, ലീവ് എന്ന് പറഞ്ഞൊരു വാക്ക് ആക്ടിൽ പറയുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കണം. ഇല്ലാത്ത പവർ ഉപയോഗിച്ചുകൊണ്ട്, ഇല്ലാത്ത ആക്ടിലെ ക്ലോസ് പറഞ്ഞുകൊണ്ട് ഒരാൾക്ക് ശബ്ദ വോട്ടാണ്. അതേസമയം പാലക്കാട് മുനിസിപ്പാലിറ്റി BJP ഭരിക്കുമ്പോൾ അവിടെ UDFന്റെ കൗൺസിലറുടെ ശബ്ദ വോട്ടുകൂടെ ഔട്ടാക്കി. ഇതൊക്കെ വെള്ളരിക്കാൻ പറ്റണമാണോ? ഞാൻ പറയുന്നത് ആഭ്യന്തര വകുപ്പ് ചെയ്തിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത്, ഒരാൾ ഏത് ക്രിമിനലാണെങ്കിൽ അയാൾക്ക് റൈറ്റ് ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ എത്രയോ ഇവിടെ കൊലക്കേസ് കിടക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ജീവപര്യന്തം തടവുകാർ, അല്ലെങ്കിൽ തൂക്കിലേറ്റം വിധിച്ച ആളുകൾ മെർസിക്ക് പോകാറില്ലേ? അത് നിയമമല്ലേ? അങ്ങനെ പോകാമെന്ന് ആഭ്യന്തര വകുപ്പ് പറയുന്നതിൽ എവിടെയാണ് ഇവിടെ ഇരിക്കാമെന്ന് പറയുന്നത്? നിയമം അറിയാത്ത, ഞാൻ പറഞ്ഞില്ലേ, ഡൽഹി നമ്മൾ കണ്ടാണല്ലോ, നിയമവും വകുപ്പോടും അറിയാതെ ഇവർ ഇഷ്ടം പോലെയാണെന്നാണ് വിചാരിക്കുക. അങ്ങനെയൊന്നും അല്ല, സുധീഷ് കുമാർ UDFന്റെ കൗൺസിലർ അല്ലല്ലോ. എവിടെ UDF സസ്പെൻഡ് ചെയ്ത് കളഞ്ഞല്ലോ. നമ്മളിതാ 20 ആളുകളുള്ളപ്പോൾ നമ്മൾ ഒരു സമരത്തിന് വരുന്ന ആളല്ലോ. UDF കൗൺസിലർ അല്ല അദ്ദേഹം BJPയുടെ പ്രതിനിധി നിൽക്കുന്ന ആളാണ്. അതേ UDFിലില്ല, കോൺഗ്രസിലില്ല. അവിടെ UDFന്റെ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു. പക്ഷെ ഒരു കാര്യമേ ഉള്ളൂ, അദ്ദേഹത്തിനെ വോട്ട് ചെയ്ത പാവപ്പെട്ടതിന് കോൺഗ്രസ്സുകാരെ കരയുകയാണ്. കാരണം അന്നാട്ടിലെ പാവപ്പെട്ട തീരദേശക്കാരും അന്നാട്ടിലുള്ള പാവപ്പെട്ട ആളുകളൊക്കെ വോട്ട് ചെയ്താണ് അദ്ദേഹം ജയിച്ചു വന്നത്. എന്നിട്ട് അദ്ദേഹം സംഖ്യയായതിൽ അവിടുത്തെ നാട്ടുകാർക്ക് വിഷമമുണ്ട്, കുഴപ്പമില്ല. പക്ഷെ സുധീഷ് കുമാർ നമുക്ക് ഇഷ്യൂ അല്ല. അദ്ദേഹം കോൺഗ്രസ് അല്ല, അദ്ദേഹം UDF അല്ല. അദ്ദേഹം സംഖ്യകളുടെ ഹെൽപ്പ് വാങ്ങിച്ചുകൊണ്ട് കാര്യങ്ങൾ ശരിക്കട്ടെ. ഞാൻ പറയുന്ന ഒറ്റ ക്വസ്റ്റ്യൻ, വകുപ്പ് നിങ്ങൾ കാണിക്കും. ഞാനിപ്പോൾ മേയർ ഓഫീസിൽ പോവാം. ഈ കേരള മുനിസിപ്പാലിറ്റി ചട്ടത്തിൽ എവിടെയാണ് അവധി എന്നുള്ള വകുപ്പുള്ളത്? സിമ്പിൾ ക്വസ്റ്റ്യൻ. നമ്മൾ ബഹുമാനപ്പെട്ട സെക്രട്ടറിക്ക് ഇപ്പോൾ നടന്ന ഈ പ്രഹസനത്തിനെതിരെയുള്ള നമ്മൾ ബഹുമാനപ്പെട്ട സെക്രട്ടറിയെ കണ്ട് ഇപ്പോൾ ഈ ഇല്ലാത്ത വകുപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഈ പറഞ്ഞ ലീവിനെതിരെയുള്ള പരാതി കൊടുക്കും. എന്നിട്ട് അതിനോടൊപ്പം തന്നെ സുഗതനെ 3 തവണ വരാത്തത് കൊണ്ടും അദ്ദേഹത്തിൻ്റെ അംഗത്വം റദ്ദാക്കണം എന്നുള്ള റിക്വസ്റ്റ് ബഹുമാനപ്പെട്ട സെക്രട്ടറി കൊടുക്കുകയാണ്. അതോടൊപ്പം സർക്കാരുമായിട്ടും സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനുമായിട്ട് ബന്ധപ്പെടാൻ തീരുമാനിച്ചിരിക്കുകയാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഇവർക്ക് നിയമം എന്തെങ്കിലും ഉണ്ടോ? നമ്മൾ ഡൽഹി കണ്ടതല്ലേ, നിയമം എന്തെങ്കിലും ഉണ്ടോ? നിയമം അറിയണ്ടേ? ഇല്ലാത്ത നിയമം ഞാൻ വേറെ ഒന്നും ചോദിക്കുന്നില്ല. എൻ്റെ മേയറെ, ആ കേരള മുനിസിപ്പാലിറ്റി ആക്ടിൽ ഏത് വകുപ്പിലാണ് പറയുന്നത് ലീവ് കൊടുക്കാം, വോട്ടെടുപ്പോടെ ലീവ് കൊടുക്കാം? ഒന്ന് വെള്ളരിക്കാൻ പറ്റണോ? സുദേശൻ നമുക്കൊരു വിഷയമല്ല. അത് പറഞ്ഞില്ലേ, അധികാരത്തിലെ അപ്പകഷ്ണത്തിന് വേണ്ടി ആരുടെയും പുറകെ പോകുന്ന സ്വഭാവം UDFനില്ല. സുധീഷ് അവരുടെ പൈസ വാങ്ങിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവൻ്റെ കാര്യം, അത് കുഴപ്പമില്ല. അദ്ദേഹം UDF അല്ല. നമ്മുടേതായി ഇവിടെ ശക്തമായിട്ട് നിൽക്കുന്ന 20 കൗൺസിലേഴ്സ് ഉണ്ട്. വളരെ ക്ലിയറാണ്, നിലപാടാണ്. അതെനിക്കറിയില്ല. മഹേഷ് പറയൂ, ഇനിയിപ്പോൾ എന്താണ് UDFന് മുന്നിലുള്ള മാർഗം? ബിനിൽ, ഇനി UDF ഇപ്പോൾ പറഞ്ഞത്, ശബരിനാഥൻ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഇപ്പോൾ കോർപ്പറേഷൻ സെക്രട്ടറിയെ കാണും, സെക്രട്ടറിക്ക് ഒരു പരാതി നൽകും. അതായത് ഈ മുനിസിപ്പാലിറ്റി ചട്ടത്തിൽ എവിടെയാണ് ഇത്തരത്തിൽ അവധി നൽകാം എന്നുള്ള കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത് എന്നുള്ള കാര്യം ചോദിച്ചറിയും. അങ്ങനെ അവധി നൽകാം ഒരു ചട്ടം ഇല്ല എന്നുള്ളതാണ് ശബരിനാഥൻ ആവർത്തിക്കുന്നത്. അങ്ങനെ ഒരു ചട്ടം ഇല്ലാത്ത സാഹചര്യത്തിൽ പോലും എങ്ങനെയാണ് പിന്നെ ഇവർക്ക് അവധി നൽകുന്ന ഒരു സാഹചര്യത്തിലേക്ക്
മേയർക്ക് കടക്കാനായത്, ഇല്ലെങ്കിൽ അത്തരം ഒരു കാര്യം എങ്ങനെ കൗൺസിലിൽ അംഗീകരിപ്പിക്കാൻ സാധിച്ചു എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് ഉന്നയിക്കുന്നത്. അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിനെയും അതുപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷനെയും ഈ വിഷയത്തിൽ സമീപിക്കും എന്നുള്ള പ്രധാനപ്പെട്ട നിർദ്ദേശം കൂടി ഈ ഘട്ടത്തിൽ നൽകിയിട്ടുണ്ട്. അല്പസമയത്തിനകം മേയർ മാധ്യമങ്ങളെ കാണുമെന്നുള്ളതാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും മേയറുടെ പ്രതികരണവും ഏറെ നിർണായകമാണ്. കാരണം അദ്ദേഹം പറഞ്ഞൊരു കാര്യമെന്ന് പറയുന്നത് കൗൺസിൽ യോഗത്തിൽ തന്നെ വ്യക്തമാക്കിയൊരു കാര്യം, ആഭ്യന്തര വകുപ്പിന് ഒരു അപേക്ഷ സുഗതൻ നൽകിയിരുന്നു. സുഗതൻ നൽകിയ അപേക്ഷയിൽ പറഞ്ഞത് എനിക്ക് കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ അവധി നൽകണം എന്നുള്ളതായിരുന്നു. അങ്ങനെയെങ്കിൽ അവധി നൽകുന്നതിന് വേണ്ടി അപേക്ഷ നൽകാമെന്ന് ആഭ്യന്തര വകുപ്പ് അനുമതി നൽകി എന്നുള്ളതാണ് ഈ പറയുന്ന സർക്കുലറിലുള്ളത്. ഈ സർക്കുലറിന്റെ അടിസ്ഥാനത്തിൽ അവധി അപേക്ഷ നൽകി, അവധി അപേക്ഷ പരിഗണിച്ച് അംഗബലത്തിന്റെ അടിസ്ഥാനത്തിൽ അത് പാസ്സാക്കി, അല്ലെങ്കിൽ അനുമതി നൽകി എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പോൾ വി രാജേഷ് പറഞ്ഞ് അവസാനിപ്പിച്ചത്. അത്തരത്തിൽ ഒരു അട്ടിമറിയിലൂടെയാണ് ഇത്തരം ഈ ഒരു അവധി അപേക്ഷ അംഗീകരിപ്പിച്ചത്, ഇല്ലെങ്കിൽ ആ ഒരു നീക്കത്തിലേക്ക് കടന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. അതിൽ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ പൗണ്ട് കടവ് വാർഡ് കൗൺസിലായിട്ടുള്ള സുധീഷിൻ്റെ വിഷയം തന്നെയാണ്. കാരണം സുധീഷ് കഴിഞ്ഞ കുറേ നാളുകളായി പാർട്ടിയുമായി തെറ്റി നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. പക്ഷേ അപ്പോഴും UDF LDF ഭാഗത്തേക്ക് പോയില്ല. അതിൽ സുധീഷിൻ്റെ തീരുമാനം എത്ര നിർണായകമാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഇവിടുത്തെ ഒരു അംഗബലം നോക്കണം. അത് 101 തിരുവനന്തപുരം നഗരസഭയിൽ അംഗബലം എന്ന് പറയുന്നത്. 20 UDF, 29 LDF, 49 BJP, 50 BJP എന്നുള്ളതാണ് അംഗബലം. ബാക്കി 2 സ്വതന്ത്രർ എന്നുള്ളതാണ് ഈ അംഗബലത്തിൻ്റെ കണക്കുകൾ എന്ന് പറയുന്നത്. ഈ 51, അതായത് ഒരു സ്വതന്ത്രനെ കൂടി ഉൾപ്പെടുത്തി കൗൺസിലിന്റെ രേഖകളിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിക്കുമ്പോൾ മൈക്ക് ഓഫ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ നിയമവിരുദ്ധമായിട്ടുള്ള ഒരു പ്രവർത്തനം നടത്തുന്ന ഒരു മേയറായി എന്തും കാണിക്കുന്ന സൂദനെ പോലുള്ള ഒരു കാപ്പ കേസിനകത്തുള്ള ഒരു ക്രിമിനലിന് വേണ്ടിയിട്ട് ഈ നഗരസഭയെ ചവിട്ടിത്താഴ്ത്തുന്ന നടപടിയാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന മേയറുടെ നേതൃത്വത്തിൽ നടന്നിരിക്കുന്നത്. ജനാധിപത്യ വിരുദ്ധവും നിയമവിരുദ്ധവുമായിട്ടുള്ള ഇന്നത്തെ കൗൺസിൽ മീറ്റിങ്ങിനെ സംബന്ധിച്ച് ഇന്നത്തെ ഈ അവധി അപേക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ചട്ടവിരുദ്ധമായിട്ടുള്ള അപേക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സംബന്ധിച്ച് നഗരസഭയുടെ സെക്രട്ടറിക്ക് പരാതി കൊടുക്കും, അതുപോലെ തന്നെ വകുപ്പ് മന്ത്രിക്ക് പരാതി കൊടുക്കും, സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുക്കും. വേണ്ടി വന്നാൽ ഇതിനെ സംബന്ധിച്ച് അടിയന്തരമായിട്ട് ഹൈക്കോടതിയെ സമീപിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ LDF തീരുമാനിച്ചിട്ടുണ്ട്. വരുന്നത് ശക്തമായിട്ടുള്ള പ്രതിഷേധവും ഈ പറയുന്ന വരുന്ന ദിവസങ്ങളിൽ ഈ കൗൺസിലിൽ ഈ കെട്ടിടത്തിനകത്ത് തന്നെ ഞങ്ങൾ പ്രതിഷേധ സമരങ്ങൾ നടത്തുന്നതിനെ കുറിച്ച് ആലോചിക്കാൻ വേണ്ടിയിട്ട് പോകും. ഇത് പ്രതിരോധിക്കുന്നതിന് വേണ്ടി മേയർ ഒരു സർക്കുലർ ഉയർത്തിക്കാട്ടി ആഭ്യന്തര വകുപ്പ് ഇങ്ങനെ ഈ പറയുന്ന സുഖത്തിന് അനുകൂലമായി ഭൂരിപക്ഷം കിട്ടിയാൽ അങ്ങനെ ഒരു സർക്കുലർ കോൺഗ്രസ് ആഭ്യന്തര വകുപ്പ് അല്ല ഇവിടെ ഇതിനകത്ത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിരവധിയായിട്ടുള്ള കേസുകൾ ഇതിനെ സംബന്ധിച്ച് നിലനിൽക്കുന്നുണ്ട്. അവര് ഇത്തരം കാര്യങ്ങൾക്ക് ഇതൊരു അനുകൂലവും ഈ കാപ്പ കേസിന്റെ പ്രതിക്ക് കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്ന സമാനമായിട്ടുള്ള കേസുകൾ ഇവിടെ നിൽക്കുകയാണ്. അങ്ങനെ നിൽക്കുമ്പോഴും നിയമവ്യവസ്ഥയ്ക്കകത്ത് നിൽക്കും. അതുകൊണ്ടാണല്ലോ അവർ ഹൈക്കോടതിയിൽ പോകാത്തത്. അവര് ഹൈക്കോടതിയിൽ പോയി സമീപിക്കാത്തത് എന്താണ്? കാപ്പ കേസിനകത്ത് ഡീറ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരാളെ ശരിവെച്ചത് ഹൈക്കോടതിയാണ്. എന്തുകൊണ്ട് അവർ ഹൈക്കോടതിയിൽ പോയില്ല? ഹൈക്കോടതി പോകാത്തത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഈ പറയുന്ന നിയമവിരുദ്ധമായിട്ടുള്ള ഒരു ഉത്തരവ് കിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് ഇന്നിപ്പോൾ ഇവിടെ വന്ന് ജിമിക്ക് കാണിച്ച് ഈ പറയുന്ന സൂദനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് പറയുന്ന രാഷ്ട്രീയ പാപ്പരത്വമാണ് സത്യത്തിൽ മേയറുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. UDF സ്വതന്ത്ര കൗൺസിലർ സുധീഷ് BJPക്ക് ഒപ്പം നിൽക്കുന്ന നിലപാടാണെന്ന് സ്വീകരിച്ചത്, അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? അല്ല, സുധീഷ് ഞങ്ങൾക്കറിയാലോ BJPയെ സംബന്ധിച്ച് കുറച്ച് ദിവസമായിട്ട് അവരുടെ പ്രവർത്തനം എന്താണ്? അവരുടെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ആളെ പിടിക്കലാണ്. കോടികൾ മുടക്കിയിട്ടാണ് ഇവിടെ ഭരണം നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അവർ നടത്തുന്നത്. അതിൻ്റെ ഉദാഹരണമാണ് ഈ സുധീഷിനെ പണം കൊടുത്തിട്ടുണ്ടാകും. അല്ലാതെ ഒരു ജനാധിപത്യ ബോധമുള്ള നിയമ വ്യവസ്ഥയ്ക്കകത്ത് പ്രവർത്തിക്കുന്ന ഒരു കൗൺസിലർക്ക് ഈ BJPയുടെ കൂട്ടത്തിൽ ഇന്നത്തെ സാഹചര്യത്തിൽ ഈ സ്തംഭനാവസ്ഥയ്ക്കെതിരെ പോയി ചേരാൻ വേണ്ടിയിട്ട് പറ്റില്ല എന്നുള്ളതാണ്. അത് എന്താണെന്നുള്ളതിനെ സംബന്ധിച്ച് സുധീഷിന്റെ സ്റ്റേറ്റ്മെന്റ് ഞാൻ കണ്ടിട്ടില്ല, സുധീഷിന്റെ അഭിപ്രായം കണ്ടിട്ടില്ല. അതിനെ സംബന്ധിച്ച് എന്താണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയതിന് ശേഷം പിന്നീട് വീണ്ടും പ്രതികരിക്കാം.